മൗലിദ് കഴിക്കല് മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300 ശേഷം വന്നതാ. തഴവ മുഹമ്മദ് മൗലവി പറയുന്നതാ, ചിന്തിക്കുവില്ലേറെ ഗുണം ചെയ്യുന്നതാ. മലികുൽ മുളഫർ കൊണ്ടുവന്നൊരു ഫാഷന, ദീനിൽ കടത്തി കൂട്ടിയാലത് നാശമാ. ബിദ്അത്ത് ചെയ്യാൻ നാട്ടിലെന്തുത്സാഹമാ, അരുതന്റെ സോദരരെ അതെന്തൊരു കുറ്റമാ. നാടാകെ തോരണ വർണ്ണമാല നിറക്കലായി, പള്ളികളൊക്കെ വിളക്കുകൾ മിന്നുന്നതായി. പിന്നെ റബീഉ 12 ഒരുങ്ങുന്നതായി. ജാഥാവിളി കോലാഹലം ആരംഭമായി. നബിയും സഹാബത്തൊന്നും ഇത് ചെയ്തില്ല, ഖൈറുൽ ഖുറൂനിന്നൊട്ട് പരിചയമില്ല. അതിനേക്കാൾ വലിയൊരു ദീന് പിന്നെ വിടന്ന്, നരകം ഭയാനകമാണതോർത്താൽ നന്ന്. ജന്മദിനത്തിനുള്ള ആഘോഷങ്ങളും അതുപോലെ തോരണ വർണ്ണ ആർഭാടങ്ങളും ക്രിസ്ത്യാനികൾ പഠിപ്പിച്ചതാ മറക്കണ്ട. കുറ്റങ്ങൾ വാരി കൂട്ടുവാനൊരുങ്ങണ്ട. മങ്കൂസ് ഓതാൻ മുത്ത് തങ്ങൾ പൊഴിഞ്ഞുവോ, അബൂബക്കറോ ഉമറോ സ്വഹാബ പറഞ്ഞുവോ? ആരോ പടച്ചുണ്ടാക്കിയുള്ളൊരു ഏട, കളയൂ മുസൽമാനെ അതൊക്കെയും പേടാ. നരകത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റുന്നതും സ്വർഗത്തിലേക്കടുപ്പിക്കുമെല്ലാ കാര്യവും നബി തങ്ങളന്ന് പഠിപ്പിച്ചു തന്നില്ലേ. അതിലില്ല നബിദിനമെന്നതും ഉറപ്പല്ലേ. അന്നുള്ള അമലുകളൊക്കെ ഇന്നും ദീന, അല്ലാത്ത ജിന്നവകാശിയും ശൈത്താനാം. അന്ത്യപ്രവാചകൻ അന്ത്യസമയം വന്നു, സ്വഹബത്ത് നബിയുടെ ചുറ്റിലും കൂടുന്നു. മാസം റബീഉൽ അവ്വൽ 12 തിരുദൂതർ അന്ത്യയാത്ര ചെയ്തിടുന്നു. കരയുന്നു മക്ക മദീന അന്നാ വാർത്തയിൽ, ഇന്നും നിറയും കണ്ണുകൾ അത് കേൾക്കുകിൽ. എന്നിട്ടും ചിലർക്കിന്നാദീനം